പ്രാർത്ഥിച്ചിട്ട് വേണ്ടത്ര ഗുണം ലഭിക്കാത്ത ഒരാളാണോ നിങ്ങൾ? നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പലവിധ പ്രാർത്ഥനകൾ നടത്തിയിട്ടും വേണ്ടത്ര ഗുണം ലഭിക്കാത്ത ഒരാളാണോ നിങ്ങൾ? പലരും പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ചും ആരാധനാലയങ്ങളിൽ പോയും ഒക്കെ പലവിധ പ്രാർത്ഥനകൾ നടത്തിയിട്ടും വേണ്ടത്ര ഗുണം ലഭിക്കാറില്ല. എന്താണ് അതിൻ്റെ കാരണം? പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്: ദൈവമേ, എൻ്റെ കടമൊന്ന് മാറ്റിത്തരണേ, എൻ്റെ അസുഖമൊന്ന് മാറ്റിത്തരണേ, എൻ്റെ ശത്രുദോഷമൊന്ന് മാറ്റിത്തരണേ, എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണേ, ആപത്തൊഴിച്ച് രക്ഷിക്കണേ എന്നിങ്ങനെ ഒരു നെഗറ്റീവ് ട്രാക്കിലൂടെ നെഗറ്റീവ് വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലരും പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ അവർ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവരറിഞ്ഞോ അറിയാതെയോ ആ നെഗറ്റീവ് വേർഡുകൾ ആവർത്തിക്കുന്നതിലൂടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അവരിൽ ഉണ്ടാവുകയും അവരിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുകയും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടുകയും ചെയ്യുന്നു. എന്താണ് ഇതിനൊരു പരിഹാരം? ഇതിൻ്റെ പരിഹാരമായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് പലരും ആവശ്യമില്ലാത്തത് തരല്ലേ, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് ഗുണം ലഭിക്കണമെങ്കിൽ ഇതിനെ ഒരു പോസിറ്റീവ് ട്രാക്കിലേക്ക് മാറ്റുക. അതായത് നമ്മൾക്ക് വേണ്ട അല്ലെങ്കിൽ തരല്ലേ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ നേർവിപരീതമാക്കിയിട്ട് ധാരാളം സമ്പത്ത് നൽകണേ, നല്ല സുഖം നൽകണേ, നല്ല സന്തോഷം നൽകണേ, നല്ല ഐശ്വര്യം നൽകണേ എന്നിങ്ങനെ ഒരു പോസിറ്റീവ് ട്രാക്കിലേക്ക് നമ്മളുടെ പ്രാർത്ഥനാ വേർഡുകളെ മാറ്റുമ്പോൾ അത് നമ്മളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാകും. അതോടൊപ്പം നമുക്ക് വേണ്ടുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ വേണമെന്നോ തരണേ എന്നോ പ്രാർത്ഥിക്കുക. ആവശ്യമില്ലാത്തത് വേണ്ട എന്നോ തരല്ലേ എന്നോ പറയാതിരിക്കുക. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് മികച്ച ഗുണം ലഭിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സ് ശാന്തവും സ്വസ്ഥവും സമാധാനപ്രദവും സന്തോഷപ്രദവുമായ അവസ്ഥയിലായിരിക്കണം. എന്നാൽ നമ്മളിലുള്ള നെഗറ്റീവ് അവസ്ഥകളായ ദേഷ്യം, വാശി, കോപം, പക, അസൂയ തുടങ്ങിയ മാനസിക അവസ്ഥകളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. പകരം നമ്മൾ ആ അവസ്ഥകളെ മാറ്റി നല്ല സന്തോഷപ്രദമായ, സുഖകരമായ, സന്തോഷകരമായ, നന്ദിയുള്ള അവസ്ഥയിലേക്ക് മാനസിക അവസ്ഥയെ കൊണ്ടുവന്നതിന് ശേഷം ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും നമ്മൾക്കത് നേട്ടമായി ഭവിക്കുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടത്ര ഏകാഗ്രത ആർക്കും ലഭിക്കാറില്ല. വളരെ സംഘർഷഭരിതമായ മാനസികാവസ്ഥകളിലൂടെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നതും. എന്നാൽ ഇതിന് ഒരു എളുപ്പ വഴി നമുക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴായാലും പ്രാർത്ഥിക്കുന്നതിന് മുന്നോടിയായി ഒരു 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് ഡീപ്പായി എടുക്കുകയും അത് ഡീപ്പായി പുറത്തേക്ക് വിടുകയും ചെയ്യുക. 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് ഔട്ട് ചെയ്ത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ശരീരത്തിനെ ഒരു വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് ഏകാഗ്രതയോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി പോസിറ്റീവ് ട്രാക്കിലൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധ്യമാകും. അതോടൊപ്പം നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടത്ര പരിജ്ഞാനം ഇല്ലാത്ത ഭാഷയിലുള്ള പ്രാർത്ഥനകളോ മന്ത്രജപങ്ങളോ അർത്ഥം അറിയാതെയുള്ള മന്ത്രജപങ്ങളോ ആത്മകൽപ്പനകളോ അല്ലെങ്കിൽ സെൽഫ് അഫർമേഷൻസോ നടത്തുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടും പലപ്പോഴും ഗുണം ലഭിക്കാറില്ല. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ മാതൃഭാഷയിലോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയോ നടത്തുന്ന പ്രാർത്ഥനകളും ആത്മകൽപ്പനകളും സെൽഫ് അഫർമേഷൻസും ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഗുണം ലഭിക്കുന്നതിന് കാരണമാകും. അതോടൊപ്പം പ്രാർത്ഥനകൾ കഴിവതും ലളിതമായ ഭാഷയിൽ, ലളിതമായ വാക്കുകളിലൂടെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. സമ്പത്ത്, സുഖം, സന്തോഷം, സമൃദ്ധി എന്നിങ്ങനെയുള്ള ലളിതമായ വാക്കുകളിലൂടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഗുണം ലഭിക്കുന്നതിന് കാരണമാകും. സുഖമുണ്ടാകുമ്പോൾ അസുഖം മാറിക്കൊള്ളും, സമ്പത്ത് വരുമ്പോൾ കടം താനേ മാറിക്കൊള്ളും, ഐശ്വര്യമുണ്ടാകുമ്പോൾ ദുരിതം മാറിക്കൊള്ളും.
അപ്പോൾ നമ്മൾ നെഗറ്റീവ് വേർഡ്സിലൂടെ പ്രാർത്ഥിക്കാതെ എല്ലാം പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, ഏകാഗ്രതയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗുണം ലഭിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ അതിരാവിലെ ഉണർന്നെണീക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തും ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഡീപ് ബ്രീത്തിങ് ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ മനസ്സ് വളരെ ഏകാഗ്രമായ അവസ്ഥയിലേക്ക് വരികയും അപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സാധ്യമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ പ്രാർത്ഥന രീതികൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.